നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. പുരുഷ വന്ധ്യതയും ചികിത്സയും എന്ന വിഷയമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഒപ്പം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുമായി ഇന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത് കൊച്ചി സൈമ ഫെർട്ടിലിറ്റി ക്ലിനിക്കിലെ കൺസൾട്ടൻ്റായ ഡോക്ടർ ഫെസ്സി ലൂയിസ് ആണ്. ഡോക്ടർ, സ്വാഗതം പ്രോഗ്രാമിലേക്ക്. സാധാരണയായി വന്ധ്യത എന്ന് കേൾക്കുമ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ടതായിട്ടാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. എന്താണ് പുരുഷ വന്ധ്യതയുടെ ഒരു അനുപാതം കേരളത്തിൽ? നമ്മുടെ അനുഭവം നോക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാ ബുക്കുകളും നോക്കുകയാണെങ്കിലും നമ്മൾ പുരുഷ വന്ധ്യതയുടെ കാരണങ്ങൾ ചുരുങ്ങിയത് 1/3, അതായത് മോർ ദാൻ 30% പുരുഷ വന്ധ്യതയുടെ കാരണങ്ങളായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒരു 1/3 സ്ത്രീകളുടെ കാരണം ഉണ്ടായിരിക്കാം. പിന്നെ ബാക്കി പുരുഷനും സ്ത്രീകളുടെയും കാരണമായിട്ടുള്ള വേറൊരു 20%, പിന്നെ ഒരു അൺഎക്സ്പ്ലെയിൻഡ് എന്ന് പറയുന്ന വേറൊരു 10% പറയുക. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 100 പേര് വരികയാണെങ്കിൽ 30-35% ആൾക്കാർക്ക് പുരുഷ വന്ധ്യത തന്നെ ഒരു കാരണമായിട്ട് കാണാം. അതാണ് അതിൻ്റെ പ്രസക്തി. അതൊരു പണ്ട് നമ്മൾ ഒരു സോഷ്യൽ സ്റ്റിഗ്മ മാതിരി ഇൻഫെർട്ടിലിറ്റി ആണെങ്കിൽ സ്ത്രീകളുടെ കാരണം മാത്രമായിട്ടാണ് മുമ്പ് ചിത്രീകരിച്ചപ്പെട്ടിരുന്നത്. പക്ഷേ അത് നമ്മൾ വിശദമായിട്ട് അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുക. പണ്ടത്തേനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ വന്ധ്യത നിവാരണ ക്ലിനിക്കുകളെല്ലാം ടോട്ടൽ അപ്രോച്ച്, അതായത് ഒരു ഇൻഫെർട്ടിലിറ്റി ആയിട്ട് വരുമ്പോൾ ഭാര്യയും ഭർത്താവിനെയും ഒന്നിച്ച് പരിശോധിച്ച് രണ്ടുപേരിലും കൂടിയിട്ടുള്ള കാര്യങ്ങളുണ്ടോ സെപ്പറേറ്റ് ആയിട്ടുണ്ടോ എന്ന് കണ്ടറിഞ്ഞ് അതിന് ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പുരുഷവന്ധ്യത ഉണ്ടാകുന്നത്? പുരുഷവന്ധ്യതയുള്ള പല കാരണങ്ങൾ കൊണ്ട് വരാം. അതായത് ബീജം തീരെ ടെസ്റ്റിസിൽ ഇല്ലാത്ത അവസ്ഥ, അസുസ്പേമിയ എന്ന് വരാം. അല്ലെങ്കിൽ ബീജം ഉണ്ടാകുന്ന വളരെയധികം കുറവ്, ബീജത്തിൻ്റെ കൗണ്ട് വളരെ കുറവ് എന്നുള്ള ഒളിഗോസ്പേമിയ എന്ന് പറയുന്ന അവസ്ഥ വരാം. അല്ലെങ്കിൽ ബീജത്തിൻ്റെ ക്വാളിറ്റി മോശമായിട്ടുള്ള അവസ്ഥ കൊണ്ട് വരാം. പിന്നെ ഇതിനെല്ലാം പല കാരണങ്ങൾ കാണാം. അതായത് ചിലപ്പോൾ നോക്കുകയാണെങ്കിൽ വൃഷണത്തിലേക്ക് പോകുന്ന വെയിൻ, കാലുമയൊക്കെ ഞരമ്പ് തടിച്ച് കാണുന്നില്ലേ, വെരിക്കോസിൽ, അതേമാതിരി വൃഷണത്തിലേക്ക് പോകുന്ന വെയിൻസ് തടിച്ച് കിടക്കുകയാണെങ്കിൽ വെരിക്കോസ് വെയിൻസ് എന്ന് പറയും. അതിൽ നമ്മുടെ വൃഷണത്തിൽ നിന്നുള്ള ബ്ലഡ് ഫ്ലോ തിരിച്ചു പോകുന്നതിൽ ബ്ലഡ് കെട്ടിക്കിടക്കുകയാണെങ്കിൽ ബീജത്തിൻ്റെ ക്വാളിറ്റീനെ അത് ബാധിക്കും. അപ്പോൾ അല്ലെങ്കിൽ വേറെ സാധാരണയായിട്ട് ചിലർക്ക് ഹെർണികൾ ഉണ്ടാവാം. അങ്ങനെ പിന്നെ വൃഷണത്തിൽ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന ഹൈഡ്രോസീൽ ഉണ്ടാവും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഒരു വന്ധ്യത അനുഭവിക്കുന്ന ഒരു ദമ്പതികൾ വരികയാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് രണ്ടുപേരെയും, ഭാര്യയും ഭർത്താവിനും വിശദമായിട്ട് പരിശോധിക്കണം. അപ്പോൾ തന്നെ ഒരു പരിധി വരെയുള്ള നമുക്കുള്ള കാരണങ്ങളുണ്ടോ ഇല്ല എന്നറിയാം. പിന്നെ ഇതിനെയൊക്കെ എല്ലാത്തിനും കൂടുതലാണ് കുറച്ച് കൊല്ലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്ഷൽ പ്രോബ്ലംസ് വളരെയധികം കാണാം. അത് പുരുഷന്മാരിലെ കാരണങ്ങൾ കൊണ്ടുവരാം, സ്ത്രീകളുടെ കാരണങ്ങൾ കൊണ്ടുവരാം. അത് ഇപ്പോൾ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നവരാണ്, അവരുടെ വർക്കിംഗ് അവേഴ്സിൻ്റെ പ്രോബ്ലം, ഒന്നിച്ചല്ല ജോലി ചെയ്യേണ്ട സംബന്ധമായിട്ടുള്ള, അതുകൊണ്ടൊക്കെ സെക്ഷൽ പ്രോബ്ലംസ് വളരെയധികം കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവർ എക്സാം ചെയ്യുന്നതിന് അതേമാതിരി തന്നെ ഇവരുടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഹിസ്റ്ററി എടുക്കണം. അതായത് എങ്ങനെയാണ്, എത്ര നാൾ കൂടുമ്പോൾ ഇവർ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നുണ്ടോ, ഒന്നിച്ചാണോ താമസിക്കുന്നത്, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ്റ്ററിയും എക്സാമിനേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണും. ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടർ. പറയാം, കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ. പിന്നെ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷത്തോളമായി, കുട്ടികളില്ല. പറഞ്ഞോളൂ, കേൾക്കാം. ഞാനത് ആദ്യം ഒരു ഹോമിയോപ്പതിയിലാണ് ചികിത്സയ്ക്ക് പോയത്. ഹോമിയോപ്പതി ചികിത്സയ്ക്ക് പോയപ്പോൾ അവരെനിക്ക് ഏതോ ഒരു ജിഞ്ചുറ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നാണ് തന്നത്. പക്ഷെ അതിനുശേഷം 1.5 വർഷത്തിന് ശേഷം ESA വഴി ചികിത്സയ്ക്ക് തേടിയായിരുന്നു ഞാൻ. അന്ന് നടത്തിയ ടെസ്റ്റ് ഇപ്പോൾ നടത്തിയ ടെസ്റ്റിന് ഒരേ ഫലം തന്നെയാണ് അത് കാണാൻ പറ്റിയത്. കാരണം കഴിഞ്ഞാൽ ഇത് കൗണ്ട് തീരെ ഇല്ലാത്തൊരവസ്ഥയാണ്. അല്ല, അതാണ് ഏറ്റവും ആദ്യമായിട്ട് ഡീറ്റെയിൽ ഹിസ്റ്ററിയും ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞാൽ നമ്മൾ വിശദമായിട്ട് നോക്കേണ്ടത് സെമൻ അനാലിസിസ് ആണ്. പ്രോപ്പറായിട്ടുള്ള WHO സ്റ്റാൻഡേർഡ് പ്രകാരം നോക്കുന്ന ഒരു ലാബിൽ സ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽ സെമൻ അനാലിസിസ് ആണ് ചെയ്യേണ്ടത്. സെമൻ അനാലിസിസ് ചെയ്യുമ്പോൾ അതിൽ ബീജം തീരെ ഇല്ലാത്ത അവസ്ഥേനാണ് അസുസ്പേമിയ. അതായത് നിങ്ങൾ പറഞ്ഞതെന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ നോക്കേണ്ടത് ബീജം ടെസ്റ്റിസിൽ ഉണ്ടായിട്ട് വെളിയിൽ വരാത്ത അവസ്ഥയാണോ, അതായത് ഒബ്സ്ട്രക്റ്റീവ് അസുസ്പേമിയാണോ, അത് ടെസ്റ്റിസിൽ തന്നെ ബീജം ഇല്ലാത്ത, അതായത് നോൺ ഒബ്സ്ട്രക്റ്റീവ് അസുസ്പേമിയ, ബീജം ഉണ്ടാവുന്നുണ്ടോ ഇല്ലയെന്ന് അറിയണം. അതിന് ചില ബ്ലഡ് ടെസ്റ്റുകൾ വഴിയും ഒരു വിശദമായിട്ടുള്ളൊരു പരിശോധനയിൽ നിന്ന് മനസ്സിലാകാൻ സാധിക്കും. അതിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുമ്പ് വരെ ടെസ്റ്റിസിൽ, അതായത് വൃഷണത്തിൽ ബീജം ഉണ്ടായിട്ട് അത് പുറത്തേക്ക് വരാത്ത അവസ്ഥയാണെങ്കിൽ ആ ഒബ്സ്ട്രക്റ്റീവ് അസുസ്പേമിയയ്ക്ക് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ടെസ്റ്റ് ട്യൂബ് ട്രീറ്റ്മെൻറ്റ് 1970കളിൽ തുടങ്ങിയിട്ട് പോലും ഇതിനൊരു പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് ആയിരുന്നില്ല. പക്ഷേ ICSI എന്ന് പറഞ്ഞാൽ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞ ഒരു ചികിത്സാ രീതി 1980 അവസാനങ്ങളിലൊക്കെ വന്നതോടുകൂടി
അതിന് വരെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പുരുഷന്മാരുടെ ടെസ്റ്റിസിൽ ബീജം ഉണ്ടായിട്ട് പുറത്തേക്ക് വരാത്ത അവസ്ഥയിൽ അതിൽ നിന്ന് വരെ ബീജം കുത്തിയെടുത്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതുവരെ വെച്ചിട്ട് ഒരു എഗ്ഗ്, അതായത് സ്ത്രീകളിൽ ഉണ്ടാവുന്ന എഗ്ഗ് എന്ന് പറയും, അത് ഒരു മില്ലിമീറ്ററിൻ്റെ 10 അംശമുള്ളൂ. ആ ഒരു എഗ്ഗിലേക്ക് ഒരു ബീജത്തിനെ കുത്തി വെച്ചിട്ട് അതിനെ ഫെർട്ടിലൈസ് ചെയ്യുക, വിരിയിച്ച് കഴിഞ്ഞിട്ട് അത് തിരിച്ച് ഗർഭപാത്രത്തിൽ വെക്കുന്ന നെക്സി എന്ന് പറഞ്ഞ ടെസ്റ്റ് ട്യൂബ് ചികിത്സ അങ്ങനെയുള്ളവർക്ക് വരെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം അറിയേണ്ടത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സാമിനേഷനും അതേമാതിരി തന്നെ ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് ഏതാണെന്ന് അറിയാൻ നല്ലൊരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അതിൽ പല അസുസ്പേമിയ ആണെങ്കിലും ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ ഡോക്ടറല്ലേ? ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടറെ ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പൊ ഒരു വർഷമായി കല്യാണം കഴിഞ്ഞു. ഓക്കെ. അപ്പൊ സാധാരണയായിട്ട് ഇപ്പൊ ഒരു ഭയപ്പാടോടുകൂടി ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിലെല്ലാം തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ ഒരു പ്രയാസമില്ല. 1 വർഷം 1-2 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഈ ഒരു പ്രയാസമില്ല. ഞങ്ങളെ ഞാൻ ജോലിക്ക് പോകുന്ന സാധാ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്, ഇലക്ട്രോണിക് വർക്കാണ്. അതിലൊന്ന് സൂചിപ്പിക്കുകയാണല്ലോ ഡോക്ടറെ, വെച്ചാൽ ഭാര്യക്ക് ആദ്യ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ പിന്നെ ഈ ഇതുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ ഉടനെ 1 മാസം പിന്നെ ഇതിന്റെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ഒന്ന് ക്ലിയർ ആയിട്ട് വ്യക്തമാക്കി പറഞ്ഞാൽ നന്നായിരുന്നു. അല്ല, കൃത്യമായ മാസമുറ ഇല്ലാത്തൊരു പ്രയാസം ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അത് പുരുഷവന്ധിയായിട്ട് ബന്ധമില്ല, പക്ഷെ എന്നാലും പറയാം. അതായത് മാസമുറ കറക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന അണ്ടോൽപാദനം ശരിയല്ല എന്നർത്ഥം. സാധാരണ സ്ത്രീകൾക്ക് അണ്ടം, അതായത് എഗ്ഗ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 14-15 ദിവസം കഴിഞ്ഞാലാണ് പീരീഡ് വരിക. അത് കറക്റ്റ് അല്ലെങ്കിലാണ് ഈ മാസമുറ കറക്റ്റ് അല്ല എന്ന് വരുന്നത്. അപ്പോൾ ഓവുലേഷൻ, അതായത് സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന എഗ്ഗ് ഉണ്ടാവുന്നതിനുള്ള ഡിഫക്റ്റ് ഉണ്ടെന്നാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ഇറഗുലർ പീരീഡ്സ് ആണെങ്കിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ അത് സാധാരണ ഗർഭനിരോധന ഗുളികകൾ കഴിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ട് വരും. പക്ഷെ അണ്ടോൽപാദനം, അതായത് എഗ്ഗിൻ്റെ ക്വാളിറ്റി, എഗ്ഗിൻ്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള മരുന്നുകൾ കഴിച്ച് അതിനെ ഇമ്പ്രൂവ് ചെയ്യും. അത് സാധാരണ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യുന്ന ഏത് ഡോക്ടർമാരും ചെയ്യും. അതിന് വലിയ ക്ലിനിക്കുകളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്നിട്ടും ഗർഭം ധരിച്ചിട്ടില്ലെങ്കിലാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫർദർ എക്സാമിനേഷനിലേക്ക് പോകേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞോളൂ. സർ, മറ്റേ എൻ്റെ വൈഫ്, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടൊരു 6 വർഷമായി. ഓക്കെ, പറഞ്ഞോളൂ. അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് കുട്ടികളുണ്ടായിട്ടില്ല. ഇവർക്ക് വൈഫിനാണെന്നുണ്ടെങ്കിൽ ഈ പീരീഡ് കറക്റ്റായിട്ട് വരുന്നില്ല. ഓക്കെ. പിന്നെ എൻ്റെ ഒരു കൃഷ്ണുണ്ണി എന്ന് പറഞ്ഞ പാലക്കാട് തങ്ക ഹോസ്പിറ്റലിൽ കൃഷ്ണുണ്ണി എന്ന് പറഞ്ഞ ഡോക്ടറാണ് എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എൻ്റെ ടെസ്റ്റ് ചെയ്തു, വൈഫിനെ ടെസ്റ്റ് ചെയ്തു. വൈഫിന്റെ ഗർഭപാത്രത്തിന് 4 സൈഡ് ഈ ഒരു കുരുക്കൾ പോലെ എന്തോന്ന് കാണുന്നുണ്ട്. അത് മരുന്ന് കഴിച്ചാൽ മാറുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സാധാരണ കുരുക്കൾ എന്ന് വെച്ചാൽ 2 വിധത്തിലായിരിക്കും. ഇങ്ങനെ പറയുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. ഒന്ന്, ഈ ഗർഭപാത്രത്തിൽ തന്നെ കുരുക്കൾ വരുമ്പോൾ അത് ഫൈബ്രോയിഡ്സ് മുഴകളായിരിക്കും. അപ്പോൾ നമ്മളത് വലിപ്പം കൂടുതലാണ് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക്, അതായത് കുട്ടി വളരുന്ന സ്ഥലത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യണം. അത് ഒന്നെങ്കിൽ താഴേക്കൂടെ ഹിസ്റ്റോസ്കോപ്പി വഴിയായിട്ടോ അല്ലെങ്കിൽ മുകളിൽ കൂടെ തന്നെ വയറ് തുറക്കാതെ തന്നെ ഇപ്പോൾ ലാപ്രോസ്കോപ്പി വഴിയായിട്ടും റിമൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ചിലപ്പോൾ ഈ കുരുക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഓവറി തന്നെ ചെറിയ ചെറിയ ഫോളിക്കിൾസ് ഉണ്ടായിട്ട് അത് വലുതാവാത്ത അവസ്ഥയുണ്ട്. അതിനെയും ചിലപ്പോൾ ഇങ്ങനെ പറയും. അത് എന്താണെന്ന് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ളവർക്ക് പീരീഡ് ഇറഗുലറായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ മരുന്നുകൾ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. മരുന്നുകൾ കൊണ്ട് അത് കറക്റ്റ് ചെയ്യണില്ല, ഓവുലേഷൻ കറക്റ്റ് ആവുന്നില്ലെങ്കിൽ മാത്രം ലാപ്രോസ്കോപ്പി ചെയ്ത അണ്ടാശയങ്ങളിൽ അതായത് ഓവറീസൊക്കെ ഡ്രില്ലിങ് ചെയ്യാമെന്ന് പറയും. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മരുന്നുകൾ കൊണ്ട് കുറച്ചും കൂടി റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ എന്താണെന്നുള്ളത് ഒരു ഇതുവരെയുള്ള ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുത്തതിന് ഫലം കണ്ടില്ലെങ്കിൽ പിന്നത്തെ സ്റ്റെപ്പിലേക്ക് പോകേണ്ടതായിട്ടുള്ളൂ. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. പറഞ്ഞോളൂ. 1 വർഷം കഴിഞ്ഞ ശേഷം കുട്ടികളൊന്നും ഇല്ല. അപ്പം ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് പോയപ്പോൾ പറയുന്നത്, അവർ പറയുന്നത് ഈ 2 പ്രശ്നവും ചെറുതാണെന്ന് പറയുന്നത്. ചെറുതാണെന്നാണോ പറഞ്ഞത്? ചെറുതാണെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ ബ്ലോക്ക് കൂടി മറ്റേ ഇത് അണുക്കൾ വരുന്നില്ല എന്ന് അവർ പറയുന്നത്. അപ്പോൾ അതിന് ഒരു മെഡിക്കൽ കോളേജിൽ കഴിയുന്നില്ല, കോഴിക്കോട്. അപ്പോൾ അതിന് എന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ അതോ പിന്നെ? അതായത് ഞാൻ ആദ്യം ഒരു കോളർ പറഞ്ഞപ്പോൾ പറഞ്ഞ മാതിരി തന്നെ ഈ ടെസ്റ്റിസിൽ
ബീജം ഉണ്ടായിട്ട് പുറത്തേക്ക് വരാത്ത അവസ്ഥയാണെങ്കിൽ സാധാരണ ടെസ്റ്റിസിൻ്റെ വലിപ്പം നോർമലായിരിക്കും. അതുമാതിരി അതിൻ്റെ ഫംഗ്ഷൻ അസസ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ നോർമലായിരിക്കും. സാധാരണ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് FSH എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അതിൽ ടെസ്റ്റിസിൽ നിന്ന് സ്പേംസ് ബീജം കിട്ടുകയാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ട്യൂബ് ചികിത്സ ചെയ്യാൻ ഇപ്പോൾ ഒരു കേരളത്തിൽ നിന്ന് ഇഷ്ടംപോലെ സെൻറ്റേഴ്സുകളുണ്ട്. ഈവൺ മെഡിക്കൽ കോളേജിൽ തന്നെ തിരുവനന്തപുരത്തൊക്കെ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതേസമയം ടെസ്റ്റിസ് തന്നെ കേടുവന്നിരിക്കുകയാണ്, ടെസ്റ്റിസിൻ്റെ സൈസ് ചെറുതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റിസ് കേടുവന്നതാണെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് ഒരു ബീജത്തിന് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ നമുക്കത് എന്താണെന്നുള്ള കറക്റ്റ് നോക്കി അത് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഓപ്പറേഷനായിട്ട് അതിനൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഇൻഫെർട്ടിലിറ്റിക്ക് ബീജം കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് അണ്ടത്തിനെ വിരിയിച്ച് ഭ്രൂണാക്കിയിട്ട് ടെസ്റ്റ് ട്യൂബ് ചികിത്സ ചെയ്യാന്നാണ് അതിൻ്റെ പ്രതിവിധിയുള്ളത്. ഓക്കെ ഡോക്ടർ, ഒരു പ്രേക്ഷകയുണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. കൊല്ലത്ത് നിന്ന് വിളിക്കാണേ. പറഞ്ഞോളൂ. പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. പിന്നെ ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന് വെരിക്കോസിന്റെ ഓപ്പറേഷൻ നടത്തിയിരുന്നു. അത് കഴിഞ്ഞ് കുട്ടികളൊന്നുമില്ല, അണുക്കൾക്ക് ശക്തി കുറവാണെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ എനിക്ക് ലാപ്രോസ്കോപ്പിയും ചെയ്ത് നോക്കി, അതിലൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇനി എക്സ് ചെയ്താലേ പ്രയോജനമുള്ളൂ ഡോക്ടറെ? അതായത് ഈ അണുക്കൾ നേരത്തെ ഈ ബീജം ഇല്ലാത്ത അവസ്ഥ മാതിരി തന്നെയാണ്. അണുക്കളുടെ കൗണ്ട് കുറവാണ്, ചലനശേഷി കുറവാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു കുറച്ചെങ്കിലും അണുക്കളുണ്ടെങ്കിൽ നമുക്ക് ബീജം, അതായത് സ്പേംസ് വാഷ് ചെയ്ത് ഗർഭപാത്രത്തിൽ വയ്ക്കുന്ന ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. പക്ഷേ അതിനും ഒരു സാധാരണ നിലയിലൊരു 5 മില്യൺ ഓഫ് ടോട്ടൽ കൗണ്ട് വേണമെന്നാണ് പറയുക. അല്ലെങ്കിൽ 1 മില്യണെങ്കിലും ആക്റ്റീവ് സ്പേംസ് ഉണ്ടാവണമെന്ന് പറയുന്നത്. അതിനും കുറവാണെങ്കിൽ ഇക്സി എന്ന് പറഞ്ഞ ടെസ്റ്റ് ട്യൂബ് ചികിത്സ തന്നെ ചെയ്യേണ്ടി വരും. നേരത്തെ പറഞ്ഞ ടെസ്റ്റ് ട്യൂബ് ചികിത്സ മാതിരി തന്നെ ചെയ്യേണ്ടി വരും. അതേസമയം കുറച്ചും കൂടി കൗണ്ട് ഉണ്ട്, എന്നാൽ നോർമലിനൊക്കെ കുറച്ച് കുറവേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നല്ല അണുക്കളെ, നല്ല ബീജം തരുന്ന സാമ്പിളിലെ ഡെഡായിട്ടുള്ളതൊക്കെ മാറ്റി കോൺസെൻട്രേറ്റ് ചെയ്ത് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ യൂട്രസിൻ്റെ സൈഡിലുള്ള, ഗർഭപാത്രത്തിൻ്റെ സൈഡിലുള്ള ട്യൂബിൽ വെച്ചിട്ടാണ് സ്ത്രീകളുടെ ശരീരത്തിൽ എഗ്ഗും സ്പേമും കൂടി ചേരുക. അപ്പോൾ ആ ട്യൂബിൻ്റെ അടുത്തേക്ക് സ്പേംസ് എത്തിക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഗർഭം ധരിക്കാനുള്ള സാധ്യതകൾ കൂട്ടാൻ സാധിക്കും. അതിനെയാണ് IUI എന്ന് പറയുക. അതൊരു ഭയങ്കര സക്സസ് റേറ്റ് ഇല്ലെങ്കിലും സാധാരണ താരതമ്യേന ചിലവ് വളരെ കുറവുള്ള ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് ആദ്യത്തിൽ ബീജത്തിൻ്റെ കൗണ്ട് അനുസരിച്ചിട്ട് നമുക്കത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ബലിച്ചില്ലെങ്കിൽ മാത്രമേ ഇക്സി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടതായിട്ടുള്ളൂ. പുരുഷ വന്ധ്യതയ്ക്കുള്ള പുതിയ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ഈ ആദ്യം ഇക്സി എന്ന് പറഞ്ഞ ടെസ്റ്റ് ട്യൂബ് ചികിത്സ ഒരു 1950-ൽ തുടങ്ങിയതിന് ശേഷം അതിൽ തന്നെ ബീജത്തിനെയൊക്കെ കുറച്ചും കൂടിയും കണ്ട് അത് സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്ന ടെക്നിക്കുകളൊക്കെയാണ് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ അതിലൊരു റെവല്യൂഷനായിട്ട് ഒരു പുതിയൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ IMSI എന്ന് പറഞ്ഞ ചികിത്സാ രീതിയാണ്. അതൊരു കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ടുള്ള വന്നിട്ടുള്ളത്. കേരളത്തിൽ വ്യാപകമായിട്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ ചില സെൻറ്റേഴ്സിലൊക്കെ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് സാധാരണ ബീജം ഉപയോഗിച്ച് ഞാൻ പറഞ്ഞില്ല, ഇക്സിൻ ചികിത്സ ചെയ്യുന്ന ഒരു ബീജത്തിന് ഒരു 500-600 ടൈംസ് ആണ് സൂം ചെയ്ത് കാണുക. അതിനൊരു 5000-6000 ടൈംസ്, അതായത് അത്രയും സൂം ചെയ്ത് കാണുമ്പോൾ ബീജത്തിനെ കുറച്ചുകൂടി സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിൽ നല്ല ബീജങ്ങളെ സെലക്ട് ചെയ്ത് അത് വെച്ചിട്ട് ഇക്സി ചെയ്യുന്നതിനാണ് ഒരു നൂതനമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്, IMSI എന്ന് പറഞ്ഞു. അപ്പോൾ അത് സാധാരണയൊക്കെ ഭയങ്കര ഒരു ഡ്രമാറ്റിക് വ്യത്യാസമല്ല. കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു 5-7% സക്സസ് റേറ്റ് കൂട്ടാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സാധാരണ എല്ലാവർക്കും അത് ചികിത്സ അഡ്വൈസബിൾ അല്ല. ഇപ്പോൾ 1-2 പ്രാവശ്യം ടെസ്റ്റ് ട്യൂബ് ചികിത്സ ചെയ്തിട്ട് വിജയിക്കാത്തവർക്ക് IMSI എന്ന് പറഞ്ഞ ടെസ്റ്റ് ട്യൂബ് ചികിത്സ കുറച്ചും കൂടി ഫലവത്തായി കാണുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ളവർ സാധാരണയായിട്ട് പ്രയോജനപ്പെടുന്ന ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? പുരുഷവന്ധ്യതയിൽ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടോ, അതായത് വെരിക്കോസീലുണ്ടോ, അതായത് തരിയിൽ വെള്ളം കിട്ടിക്കുന്ന ഹൈഡ്രോസീലുണ്ടോ, ഹെയർ അസോസിയേറ്റ് അതിൻ്റെ കൂടുതൽ ഹെർണിയാസ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. അതിനു മുമ്പ് തന്നെ ഈ സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യണം. പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ കൗണ്ട് കുറവാണെങ്കിൽ സെമൻ വാഷ് ചെയ്ത് യൂട്രസിൽ വയ്ക്കുന്ന ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ ചെയ്യാം. അല്ലെങ്കിൽ ബീജം വളരെ മോശമാണെങ്കിൽ, അല്ലെങ്കിൽ തരിയിൽ ബീജം കുറവാണെങ്കിൽ ഇക്സി എന്ന് പറഞ്ഞ ടെസ്റ്റ് ട്യൂബ് ചികിത്സ ചെയ്യാം. അങ്ങനെ ഫെയിൽഡ് ആയിട്ടുള്ളവർക്ക് മാത്രം IMSI എന്ന് പറയുന്നത്. ഇതാണ് പുരുഷവന്ധ്യതയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് രീതികൾ. ഓക്കെ ഡോക്ടർ, പ്രേക്ഷകനുണ്ട്. ഹലോ ഡോക്ടർ. ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ. യെസ്, പറഞ്ഞോളൂ, കേൾക്കാം. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഓക്കെ. അപ്പൊ കൗണ്ട് കുറവാണെന്നാ പറഞ്ഞത്. എത്രയുണ്ടെന്നാണ് പറഞ്ഞത്? കൗണ്ട് 0.1 ഒക്കെ ഉള്ളു.
അപ്പോൾ വളരെ കുറവാണെന്ന് അർത്ഥം. എന്നിട്ട് വേറെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധന നടത്തിയിരുന്നു എന്തെങ്കിലും? ചെയ്തപ്പോ വെരിക്കോസിന്റെ പ്രശ്നമുണ്ട്, ചെറിയ നരമ്പ് കടിക്കുന്നുണ്ട്, അപ്പൊ ഓപ്പറേഷൻ വേണം പറഞ്ഞു. എന്നിട്ട് ചെയ്തു അത്? ചെയ്തിട്ടില്ല. പിന്നെ ഭാര്യയ്ക്ക് അണ്ടാശയത്തിൽ കുരുക്കളുണ്ട് പറഞ്ഞു. പക്ഷേ ഓൾറെഡി ഭാര്യയുടെ എന്തെങ്കിലും കറക്റ്റ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് നിങ്ങളുടെ വെരിക്കോസിൽ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് ഒരു മെഡിസിൻസ് കഴിച്ചിട്ട് ഗർഭം ധരിച്ചില്ലെങ്കിൽ ഭാര്യയുടെ ഇതിലേക്ക് പോവുമായിരിക്കും നല്ലത്. കാരണം സ്ത്രീകളുടെ എന്തെങ്കിലും കറക്റ്റ് ചെയ്യുന്നതിനുള്ള ലാപ്രോസ്കോപ്പിയൊക്കെ, കുരുക്കൾ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ മാതിരി ലാപ്രോസ്കോപ്പിയൊക്കെ ചെയ്യേണ്ടി വരും. അതിനു മുമ്പ് പുരുഷന്മാരിൽ കറക്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തിട്ട് പോവുമായിരിക്കും നല്ലത്. പക്ഷേ എത്രത്തോളം അതിന് ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ചിട്ടിരിക്കും സ്ത്രീകളുടെ ലാപ്രോസ്കോപ്പി ചെയ്യണോ അതോ. പക്ഷേ ചിലപ്പോൾ കൗണ്ട് കുറവായിട്ട് ടെസ്റ്റ് ട്യൂബ് ചികിത്സ ചെയ്യേണ്ടവർക്ക് വരെ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് മുഴകൾ നിൽക്കുന്നുണ്ടെങ്കിൽ, കുരു എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അതാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിനാണെങ്കിലും അത് എടുത്തിട്ട് ചെയ്യായിരിക്കും വിജയശതമാനം കൂട്ടാനായിട്ട് സാധിക്കുക. പക്ഷേ വെരിക്കോസിലുണ്ട്, കൗണ്ടും കുറവാണെങ്കിൽ അതിന് സർജറി ചെയ്ത്, ഒരു സാധാരണ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മാസം വെയിറ്റ് ചെയ്യണം. അതായത് പുരുഷന്മാരുടെ ടെസ്റ്റിസിൽ സ്പേംസ് ഉണ്ടായാൽ അത് മെച്ചുറായിട്ട് വരാൻ സാധാരണ ഒരു 72 ദിവസമാണ് പിടിക്കുക. അപ്പോൾ നമ്മളൊരു സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ, വെരിക്കോസിൽ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എഫക്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ ചുരുങ്ങിയതൊരു 3 months എങ്കിലും വെയിറ്റ് ചെയ്തിട്ട് രണ്ടാമത് സെമൻ നോക്കി എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നനുസരിച്ചിരിക്കും പിന്നെ അത് മതിയോ പിന്നത്തെ സ്റ്റെപ്പിലേക്ക് പോകണ്ടോ എന്ന് തീരുമാനിക്കാം. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു പ്രേക്ഷകനുണ്ട്. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ നമസ്കാരം. പറഞ്ഞോളൂ ഡോക്ടർ, എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. പറഞ്ഞോളൂ. അത് ആദ്യം ഒരു 4 മാസം കഴിഞ്ഞ് വൈഫ് ഒരു പ്രഗ്നന്റ് ആയതായിരുന്നു. അത് കഴിഞ്ഞ് ബയോകെമിക്കൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ട് ഇത് പുള്ളിക്കാരിക്ക് മെൻസ്ട്രേഷൻ കൂടി. അത് കഴിഞ്ഞ് നമ്മളവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് പറഞ്ഞത് ഇത് ബയോകെമിക്കൽ പ്രഗ്നൻസിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10-20 ദിവസം കൂടെ കഴിഞ്ഞപ്പം പുള്ളിക്കാരിയുടെ ഫലോപ്പിയൻ ട്യൂബിനകത്ത് മറ്റേ ഇത് റപ്ചർഡ് പ്രഗ്നൻസി ആയിട്ടൊരു അത് കൂടി, അത് റപ്ചറായി. പിന്നെ ഫലോപ്പിയൻ ട്യൂബ് മാറ്റേണ്ടി വന്നു. ഓക്കെ, ഒരു ട്യൂബ് നമ്മൾ തിരുവനന്തപുരത്ത് ഒരു ഫേമസ് ഹോസ്പിറ്റലിൽ നിന്നാണ് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ഈ ബയോകെമിക്കൽ പ്രഗ്നൻസി എന്ന് വെച്ചാൽ ഇത്രയുള്ളൂ. സാധാരണ സ്ത്രീകൾക്ക് BHCG എന്ന് പറഞ്ഞ ഒരു അളവ് സാധാരണ 5-ന് താഴെയാണ്. അത് പ്രഗ്നൻസിയിൽ അത് ഇരട്ടിയാവും ഓരോ 48 hours, 48 മണിക്കൂർ കൂടുമ്പോൾ ഇരട്ടിയാവും. അപ്പോൾ ബ്ലഡിൽ വാല്യൂ കണ്ടു, പക്ഷേ സ്കാനിൽ പ്രഗ്നൻസി കാണണമെങ്കിൽ സാധാരണ ഒരു 1500-2000 മേലെ പോകണം ഈ BHCG. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്താണ് ബയോകെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ പ്രഗ്നൻസി ഉണ്ട് പക്ഷെ എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല ഒരു അവസ്ഥയാണ് വരിക. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ് കേട്ടിടത്തോളം കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ യൂട്രസിൽ കാണാണ്ട് വന്നപ്പോൾ അത് ട്യൂബിലാണെന്ന് മനസ്സിലാക്കുകയും, ട്യൂബിലൊക്കെ പ്രഗ്നൻസി വരുമ്പോൾ സാധാരണ ഗർഭപാത്രത്തിൽ കാണുന്നതൊക്കെ കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് സ്കാനിലൊക്കെ കാണുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് അടുപ്പിച്ച് നോക്കിയാൽ മാത്രം, ഇങ്ങനെ ബയോകെമിക്കൽ പ്രഗ്നൻസി വരുമ്പോൾ നോക്കിയാൽ മാത്രം അതിൻ്റെ എവിടെയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ യൂട്രസിൽ കാണാണ്ട് വരുമ്പോൾ. പക്ഷേ ഒരു ട്യൂബ് റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞാലും സാധാരണ മറ്റേ ട്യൂബ് നോർമലാണെങ്കിൽ പിന്നീടും നോർമലായിട്ട് പ്രഗ്നൻസിക്ക് സാധിക്കും. അപ്പോൾ മറ്റേ ട്യൂബ് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്, ഓർമ്മയുണ്ടോ? ഡോക്ടർ, ഡൊമിനന്റ് ആയ ഫലോപ്പിയൻ ട്യൂബിലായിരുന്നു ഇതുപോലെ റപ്ചർ ആയിട്ട്. സ്ത്രീകൾക്ക് 2 ഫലോപ്പിയൻ ട്യൂബ് ഉണ്ട്. അപ്പോൾ മറ്റേ ട്യൂബ് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നോ? മറ്റേത് കുഴപ്പമില്ല, നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു 3 IUI ആ ട്യൂബിൽ നടത്തിയിട്ട് 3ഉം സക്സസ് അല്ലായിരുന്നു. അപ്പോൾ അതാണ് നമുക്ക് ഇത്ര. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ ട്യൂബ് എടുത്ത് കളയുന്ന സമയത്ത്, ട്യൂബിൽ വന്നിട്ട് ചെയ്യുന്ന സമയത്ത് മറ്റേ ട്യൂബിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഇതേമാതിരി കുറച്ച് നാൾ കഴിഞ്ഞിട്ടും ആയില്ല, അല്ലെങ്കിൽ 1-2 IUI ചെയ്തിട്ടും ആയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ള ട്യൂബിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ട്യൂബിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, ഈ മറ്റേ ട്യൂബിൽ ഗർഭം വന്ന് എക്ടോപിക് പ്രഗ്നൻസി വന്നിട്ട് എടുത്ത് കളഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് യൂട്രസിനെങ്കിൽ ഒട്ടിപ്പിടുത്തങ്ങളുണ്ടോ എന്ന് അറിയാൻ ഒരു ലാപ്രോസ്കോപ്പി ചെയ്ത് മറ്റേ കണ്ടീഷൻ ഓക്കെ ആണെന്ന് നോക്കുകയാണെങ്കിൽ വീണ്ടും 1-2 പ്രാവശ്യം കൂടി IUI ചെയ്യാൻ സാധിക്കും. അതേസമയം കൗണ്ട് നോർമലാണോ ഇല്ലയെന്നും കൂടി ഇതിൻ്റെ കൂടെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടി ഒന്ന് ക്ലിയർ ആക്കുന്നത് നന്നായിരിക്കും. ഓക്കെ ഡോക്ടർ, വീണ്ടും ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ പറഞ്ഞോളൂ. ഹലോ സാർ, എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. ഓക്കെ. അപ്പോ ഇതുവരെ കുട്ടികളായില്ല. അപ്പൊ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ എന്താ ചലനശേഷിയുടെ എന്തോ ഒരു കുറവുണ്ടെന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ. ചലനശേഷി കുറവ് മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ ടോട്ടൽ കൗണ്ട് എത്രയാണ്, ബീജത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടോ, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യമാണ്. പറഞ്ഞോളൂ. അങ്ങനെ മാത്രം പറഞ്ഞിരുന്നത്. പിന്നെ വൈഫിന് ഫൈബ്രോയിഡിന്റെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഓപ്പറേഷൻ കഴിഞ്ഞു. ഓക്കെ. എന്നിട്ട് ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് IUI ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ബീജത്തിലെ കൗണ്ട് കുറവാണെങ്കിൽ
കൗണ്ട് കൂടാനുള്ള ചില മരുന്നുകളൊക്കെ കഴിച്ച് നോക്കാം. അത് ചിലവർക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടും. എന്നിട്ടും ആയിട്ടില്ലെങ്കിൽ ബീജം വാഷ് ചെയ്ത് ഗർഭത്തിൽ വയ്ക്കുന്ന നേരത്തെ പറഞ്ഞ IUI ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് കുറച്ച് മെഡിസിൻസൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അതേമാതിരി തന്നെ ബീജത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. അതേമാതിരി തന്നെ എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുള്ള റീസൺസ് ഉണ്ടോ എന്ന് നോക്കാം. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ സാധാരണ കൗണ്ടൊക്കെ നോർമലാണെങ്കിലും ചലനശേഷിയൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ടും ആയിട്ടില്ലെങ്കിൽ IUI ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ചികിത്സാ രീതികളെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എത്രമാത്രം കോമൺ ആണ് ഇത്തരത്തിലുള്ള ചികിത്സ? കേരളത്തിലൊരു കുറച്ച് വർഷങ്ങൾ മുമ്പ് വളരെ കുറച്ച് സെൻറ്റേഴ്സിൽ ഈ ആധുനികമായിട്ടുള്ള പുരുഷവന്ധ്യയ്ക്കുള്ള ചികിത്സ ഫെസിലിറ്റി ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഇഷ്ടംപോലെ സെൻറ്റേഴ്സുകളുണ്ട്. അപ്പോൾ സാധാരണ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മിക്ക ടൗണുകൾ അല്ലെങ്കിൽ സിറ്റികളിലും അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷേ അതിനുള്ള എല്ലായിടത്തും എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു വരില്ല. പക്ഷേ എന്നാലും മിക്ക സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അതിന് ഇപ്പോഴത്തെ പണ്ടത്തെ മാതിരി ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അതൊരു പരിധി വരെയൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഫുൾ ഫ്രീ അല്ലെങ്കിലും കുറേയൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ മുമ്പത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരു വന്ധ്യത അനുഭവിക്കുന്ന ഒരു ദമ്പതികൾ വന്നു കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള സെൻറ്റേഴ്സിൽ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ അനാലിസിസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് രീതി എന്താണെന്ന് വെച്ചാൽ അതിന് ചൂസ് ചെയ്ത് അത് മാത്രം ചികിത്സിച്ചാൽ മതി. പഴയ മാതിരി നമ്മൾ വെയിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ടെസ്റ്റ് ട്യൂബ് ചികിത്സാ രീതികൾ വരെ സ്ത്രീകളുടെ പ്രായം കൂടി കഴിഞ്ഞാൽ അതിൻ്റെ വരെ വിജയശതമാനം കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ പ്രായം സ്ത്രീകളുടെ പ്രായം കൂടുന്തോറും അതിൻ്റെ ഉള്ള വിജയശതമാനം അല്ലെങ്കിൽ സക്സസ് ആവാനുള്ള സാധ്യതകൾ കുറയും. അപ്പോൾ മുമ്പത്തിനെ അപേക്ഷിച്ച് ഇപ്പോൾ നമ്മൾ പേഷ്യൻസിന് അവയർനെസ് നന്നായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം നല്ല ഫെസിലിറ്റി ഉള്ള സ്ഥലത്ത് നേരത്തെ കൂട്ടി ട്രീറ്റ്മെൻറ്റിന് പോകുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞ് കുറച്ചൊക്കെ നാൾ കഴിഞ്ഞ് എല്ലാവരെയൊക്കെ പല സ്ഥലത്തൊക്കെ പോയി അന്വേഷിച്ചൊക്കെ വരുമ്പോൾ, കാരണം ഇതൊരു അക്യൂട്ട് പ്രോബ്ലം അല്ല. ഇൻഫെക്റ്റ് വന്ധ്യത എപ്പോഴും ഒരു ക്രോണിക് പ്രോബ്ലം ആയതുകൊണ്ട് പലരും ട്രീറ്റ്മെൻറ്റ് വൈകി എടുക്കുമ്പോഴേക്കും സ്ത്രീകളുടെ ഏജൊക്കെ കൂടി പോകുമ്പോൾ നമുക്ക് പുരുഷ വന്ധ്യതയ്ക്ക് ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണെങ്കിൽ പോലും ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാൻ പറ്റാതെ വരില്ല. അതിനെ അപേക്ഷിച്ച് ഇപ്പോൾ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിൻ്റെ വിജയ നിരക്കൊക്കെ എങ്ങനെയാണ്? സാധാരണ ഒരു IUI, അത് സെമൻ ബീജം വാഷ് ചെയ്ത് യൂട്രസിൽ വെക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് ഒരു പ്രാവശ്യം ചെയ്താൽ 15 to 18% ആണ് സക്സസ് റേറ്റ് കിട്ടുക. അത് സാധാരണ നോർമലായിട്ടുള്ള ഒരു ഫെർട്ടിലൈസേഷനുള്ള സാധ്യത കൂട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ടെസ്റ്റ് ട്യൂബ് ചികിത്സ ഭ്രൂണമാക്കിയിട്ട് അണ്ടും ബീജവും ചേർത്ത് ഭ്രൂണാക്കി ഗർഭത്തിൽ വയ്ക്കുന്നതിന് വരെ ഒരു 40 to 50% ഇടയിലാണ് പ്രഗ്നൻസി കിട്ടുള്ളൂ. പിന്നെ അതിൽ കുറച്ച് അബോർഷൻ ആവാം. ടേക്ക് ഓൺ ബേബി റേറ്റ് ഒരു 35 to 40% ആണ് സാധിക്കുക. അത് ലോകത്തിലെ ഏത് നല്ല സെൻറ്റേഴ്സിലാണെങ്കിൽ പോലും അത്രേ കിട്ടുള്ളൂ. പിന്നെ ഫെസിലിറ്റീസ് ഒന്നുമില്ല, അതിനുള്ള ലാബ് ഫെസിലിറ്റി ഇല്ലെങ്കിൽ പിന്നെയും വിജയശതമാനം കുറഞ്ഞു വരും. ഇത്തരം പ്രഗ്നൻസി ഒക്കെ ആകുമ്പോൾ അത് പ്രഗ്നൻസി മുന്നോട്ട് കെയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എക്സ്ട്രാ കെയർ ഒക്കെ കൊടുക്കേണ്ടി വരുന്നു. അത് സാധാരണ കുറച്ച് ഇനീഷ്യൽ ആദ്യത്തെ ഒരു 3 മാസം കുറച്ച് മെഡിസിൻസ് ഒക്കെ ഉണ്ടാവും. കൂടുതലായിട്ട് പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാനുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കണം. അത് കഴിഞ്ഞാൽ സാധാരണത്തിനൊക്കെ ഒരു പ്രഷ്യസ് പ്രഗ്നൻസി എന്ന് പറയും. അതായത് നമ്മൾ ഇത്രയും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവുമ്പോൾ അതിനുള്ള ഒരു എക്സ്ട്രാ ഒരു കെയർ എപ്പോഴായാലും കൊടുക്കണം. അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു ഇതുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഡോക്ടർ, നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വളരെയധികം നന്ദി ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന്. മൈ ഡോക്ടറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നാളെ അടുത്ത വിഷയവുമായി കാണാം. നമസ്കാരം.